മറ്റമ്മ യൂട്യൂബ് ചാനലിൽ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ 7 അല്ല കേട്ടോ 8:30 ആയിട്ടുണ്ട്. ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ് ഗൈസ്. പുട്ടും പഴം. അപ്പോൾ നമുക്ക് അറച്ച് വെച്ചോ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകാം. ഓക്കേ, എന്നിട്ട് ഫ്രഷ് ആവാം എന്ന് വിചാരിച്ചു. പുട്ടിനൊന്ന് കഴിച്ച് വെച്ചിട്ട് കുറച്ച് ഇപ്പം തന്നെ സമയത്തിനായി. ഒത്തിരി സമയം റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലല്ലോ പുട്ടിന്. പുട്ട് പൊടിക്ക് എനിക്കല്ല പുട്ട് പൊടിക്ക് കേട്ടോ. നമുക്ക് അതൊന്ന് കുഴച്ച് വെച്ചിട്ട് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, നമുക്ക് പുട്ടുപൊടി എടുക്കാം കേട്ടോ. പുട്ടുപൊടി പൊടി 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 ഒത്തിരി നാളായി ഇവിടെ പുട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ പഴം കിട്ടിയപ്പോൾ പഴം ഉള്ളതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞ പുട്ടുപൊടി വേണ്ടി. അല്ലെങ്കിൽ നമ്മളിന്ന് പൊടിച്ചെടുത്ത് തന്നെ പൊടിച്ച് അത്രയും മതിയാവും. പുട്ടായതുകൊണ്ട് ഇവിടെ പോവും എല്ലാവർക്കും മീൻസ് ചേട്ടന്. പഴമുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും പുട്ടും കടലക്കറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ രീതിയിലാണ് കണ്ടോ കട്ടിയായിട്ട്. എന്തത് കുഴക്കുമല്ലോ അമ്മ. മറ്റേ ഉണ്ടയാക്കാനെങ്കിൽ അവൾ എന്നെ സഹായിക്കും കേട്ടോ. അതാണ് അവൾ ഈ പറയുന്നത്. ഞാനും കൂടെ ഇതിവിടെ ഇരിക്കട്ടെ. പല്ല് തേക്കാൻ പോയിക്കാണ് കൈസ്. പല്ല് തേക്കാൻ നോ അച്ഛൻ്റെ അവിടെ തേച്ചാൽ മതിയടാ. അവര് എൻ്റെ കൂടെയാണ് പല്ലേക്കാം. എൻ്റെ കൂടെ പല്ല് ഞാനിവിടെ എളുപ്പം പല്ലേക്കാൻ മാറും. അവർ കഴിക്കാറാകുമ്പോൾ തേച്ചോളൂ. എനിക്ക് മാർക്കും രണ്ടുപേരുടെ ബ്രഷ് തന്നെ എനിക്ക് മാറിപ്പോ. ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പുത്താക്കാം പുത്ത്. അച്ഛന് പുട്ട് വേണം. നിനക്ക് വേണ്ടെങ്കിൽ നീ അത് പറ. ഞാൻ തേങ്ങ തിരുമാണ് കേട്ടോ. അതൊക്കെ അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്ന ഈ സാധനം വേണം. ചിരട്ട പുട്ടുണ്ടാക്കുന്ന സാധനം. എന്നിട്ട് അവള് പറയാം പുട്ടുണ്ടാക്കണ്ട. അപ്പോൾ അവിടെ അച്ഛനും അമ്മയ്ക്കും പുട്ടുണ്ടാക്കണ്ടാന്ന്. കളിക്കാൻ ഞാൻ കൊടുത്തേക്കെ. അപ്പോൾ അവർ മണ്ണപ്പം ചുട്ടിട്ട് തന്നെത്താൻ കഴിച്ചോളുമല്ലോ. തേങ്ങ തിരുമ്മിട്ട് പുട്ടിന് വെക്കട്ടെ കേട്ടോ. അവരുടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുന്നു കടയിൽ നിന്ന്. അപ്പോഴത്തെ ഒരു പുട്ടെങ്കിലും റെഡി ആവണം. നമ്മുടെ മാവൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറവായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം ഇത് മതി. അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് വെച്ച് കൊടുക്കട്ടെ. ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിലിട്ടു. പുട്ടുണ്ടാക്കുന്നതൊന്നും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് അടച്ചു വെച്ചു. നമ്മൾ കുക്കറിന് മേലോട്ട് വെച്ച് കൊടുക്കും. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. കൂട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ആകുമ്പോൾ കുറച്ച് താമസം ഉണ്ടാകും. ബാക്കിയൊക്കെ പെട്ടെന്ന് ചടപടയെന്ന് കഴിയും. ഓക്കെ, ഫസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ ഫസ്റ്റ് പുട്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് അടുത്തത് വെക്കാം. കടയിൽ പോയിട്ട് വന്നു കേട്ടോ. മറ്റേ ബസുമതി റൈസാണ്. ബസുമതി റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. തൈര് വാങ്ങിച്ചിട്ടുണ്ട്, പാല്, പിന്നെ ചെറുള്ളിയും സവാളയാണ്. മുട്ടയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഞാൻ ആദ്യമേ എടുത്ത് മാറ്റി പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് മുട്ട കറിയും ബസുമതി റൈസുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
നമ്മുടെ പഴം പഴുത്തിട്ടുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ മേളത്തെ മാമന് കുറച്ച് കൊടുക്കണം അല്ലേ. എടുക്കട്ടെ അതിനകത്തൊന്ന് പുട്ടിന്. ചിലർക്ക് പിടിക്കും, നല്ല പഴുത്ത പിടിക്കുമ്പോൾ എനിക്ക് പോകുമല്ലോ. ഇത്രയും പഴുപ്പായിട്ടില്ല, അത്രയും പഴുപ്പാവുന്നില്ല നോക്കിയാൽ എല്ലാം ഒന്നിച്ച് പാകാവും. തിന്ന് തീർക്കാന്നുള്ള റിസ്ക് ആയിട്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പുട്ടും നമുക്ക് എടുക്കാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. 2 കൂട്ടർക്കുള്ള ആയിട്ടുണ്ട് കേട്ടോ. പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ചായ ഇടാൻ വേണ്ടി പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിക്കാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് ആക്കിയിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ചായ ആവും, കഴിച്ചു കഴിഞ്ഞാലും ചായ ആവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 3 പേർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊടുക്കട്ടെ, ഞാനിനി ചായ വെച്ചിട്ടുണ്ട്. ചായ ആവട്ടെ. The ultimate entertainment. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. അവരവിടുന്ന് ഫോണിൽ നണ്ടി കണ്ടോണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ട്. ഞാൻ നേരെ അടുക്കള കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചേക്കുന്നത്. വെള്ളമായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പരിപാടീസൊക്കെ തീർക്കാം. പാല് കുറച്ച് കാച്ചാനുണ്ട്. ഇപ്പം പാല് കാച്ചാൻ വേണ്ടിയിട്ട് അതിനെ ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ ഈ പാല് ഞാൻ ഓർക്കത്തില്ല, മറന്നു. പാല് വെച്ചേക്കാം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മുട്ടക്കറിയും ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് മുട്ടക്കറിയും ചോറെന്ന് പറയുന്നതല്ലോ. അപ്പം അതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന്, അത് ഞാൻ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, ആക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. അതായിരിക്കും നല്ലത്. കാരണം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വെച്ചിട്ടല്ല ഞാൻ വെക്കുന്നത്. തട്ടിക്കൂട്ട് കറിയാണ്. ചോറ് വെക്കുന്നത് വേണമെങ്കിൽ കാണിക്കാം. മറ്റൊരു കറിയൊക്കെ തട്ടിക്കൂട്ടാണ് ആക്കാൻ പോകുന്നത്. ഓക്കെ, നേരെ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു, വെറുതെ സമയം കളഞ്ഞു. ഇതാ ഇനിയിപ്പം കുറച്ച് പോപ്കോൺ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സമയം എത്രയാണെന്ന്? 11 മണി കഴിഞ്ഞു, 11:15 ഇതുവരെ വേറെ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കിയിട്ട് നമുക്ക്, ബസ്മതി റൈസ് അല്ലേ, പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതിടാം. ഇപ്പം നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുക്കർ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് വെള്ളം ഒന്ന് പറ്റുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക, മൂടി വെക്കുക. അത്രേ ഉള്ളൂ പ്രോസസ്സിങ്, സിമ്പിൾ. എന്താ ഊരി എടുത്ത? ചീസ് ബ്ലാസ്റ്റ് ആണ് കേട്ടോ. ചീസ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടോ ഇത് മുളകിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഓക്കെ, അടച്ചു വെക്കാം. ഇതാ പൊട്ടുന്നത്, പെട്ടെന്ന് അത് തെറിക്കുന്നുണ്ട് കേട്ടോ. ഒളിഞ്ഞ് നോക്കണ്ട, ആരോഗ്യത്തിന് ഹാനികരമാകാൻ ചാൻസ് ഉണ്ട്. തെറിച്ചൊക്കെ ഞാൻ തിന്നും. ഇവിടെ ഉള്ളി അരിയാണ് കേട്ടോ. അതാണ് ഇതാ. അങ്ങനെ പോപ്കോൺ എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടോ. നമുക്ക് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് അവിടോട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം. വെള്ളം ചൂടാറട്ടെ. ഇല്ലടാ കണ്ണ, എടുക്കാട്ടോ. എല്ലാം പൊട്ടിയും തോന്നുന്നു. അതാ പൊട്ടിത്തെറിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചൂടാണേ, എടുക്കല്ലേ. ഞങ്ങൾ പോയി പോപ്കോൺ കഴിക്കട്ടെ. ഓക്കെ, ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനകത്തോട് നമുക്ക് ചോറൊക്കെ ഞാൻ കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിനകത്തോട്ട് തന്നെ ഞാൻ ഒഴിച്ചെടുക്കും. ഞാൻ വലിയ പ്രോ മേക്കറൊന്നും അല്ലാത്തതുകൊണ്ട്
എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നും നോക്കിയതും ഇല്ല കേട്ടോ. എനിക്കറിയുന്ന രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, ഓയിൽ മാത്രം ചേർത്ത് കൊടുത്തോ. അതുപോലെ തന്നെ കുറച്ച് ഇതില്ലേ സുഗന്ധ ദ്രവ്യങ്ങൾ, കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സാധനങ്ങൾ, കുരുമുളക്, അതൊക്കെ ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് തന്നെ ചേർക്കുവാണ്. ഇതാ കുരുമുളക് ഉണ്ടോ, പച്ചോളം, ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ നമ്മുടെ ഈ ബിരിയാണിയുടെ ഒരു ഇതുണ്ടല്ലോ ഇല, വൈനേൻ്റെ ഇല, ഇതാ ഇതൊരു പ്ലസ് എന്താ പ്രത്യേക ഫ്ലേവർ കൊടുക്കും ബിരിയാണിക്ക്, അത് ഞാനിങ്ങോട്ട് ചേർക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തിട്ട് തിളച്ചിട്ട് കുറച്ച് ഉപ്പോടെ ചേർക്കണം കേട്ടോ. ഇതാ ഗ്രാമ്പൂ ഉണ്ടോ, ഗ്രാമ്പൂ ചേർത്തു. എല്ലാം കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഞാൻ ചേർത്തു, മറ്റേ പെരിഞ്ചീരകം ഒഴിച്ച്. ഓക്കെ ഉണ്ടോ, ഇത്ര ഐറ്റംസ് ആണ് വെച്ചാൽ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് അടച്ചൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഞാൻ അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അപ്പുറത്ത് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് ചോറിടാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ മോരും തീയലും ചോറും വെക്കാന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോഴാണ് ഏട്ടൻ ആശയം വന്നത്, മുട്ടക്കറി വെച്ചാൽ മതി, എന്നിട്ട് ബസ്മതി റൈസ് ആക്കാം. അതാണ് കേട്ടോ പെട്ടെന്ന് ചേഞ്ച് ആയത്. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു തീയലും മോരും ഒക്കെ കൂട്ടാനുള്ള ടെൻഡൻസിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇതാക്കിയിട്ട് ഉച്ചക്കത്തേനാക്കിയിട്ട് പിള്ളേരവിടെ പോയി ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടന് ജലദോഷത്തിൻ്റെ ഒരു അസ്കിതയുണ്ട്, അതാണ് ആ വെക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേന് നമുക്ക് തീയലൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരം. അപ്പം നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചോറ് വെക്കുന്നത് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നുള്ളൂ, അല്ലാതെ കറിയൊന്നും കാണിക്കുന്നില്ല. കാരണം തട്ടിക്കൂട്ട് കറിയാണ് ഗൈസ്, തട്ടിക്കൂട്ട് കറിയാണ്, അതുകൊണ്ട്. ഓക്കെ, വെള്ളം തിളച്ചു കേട്ടോ. ഇനി നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളക്കി വെച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അരമണിക്കൂർ റൈസ് കുക്കർ വേവില്ലല്ലോ, വേണമെങ്കിൽ വെച്ചെടുക്കാം. ഞാൻ വെച്ചേക്കുന്ന റൈസ് കുക്കർ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. പച്ചരം വെന്തിടും സമയം നമുക്ക് ഇതിനകത്ത് കറി വെക്കാമല്ലോ. ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് റൈസ് കുക്കറിനകത്തോട്ട് ഒരു അരമണിക്കൂർ തന്നെ ധാരാളമാണെന്ന് തോന്നിട്ട്, അത്രയൊന്നും വേവ് വരൂല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചോറൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിത് മാറ്റിയിട്ട് റൈസ് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മുട്ട വെച്ച് കൊടുക്കാം. ഓക്കെ, കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 മുട്ട വെച്ച് കൊടുക്കാം. മുട്ട എത്ര ആണെങ്കിലും ഇവിടെ പൊക്കോളും, അത് വേറൊരു യാഥാർത്ഥ്യം. പിള്ളേർക്കല്ല കേട്ടോ, ഏട്ടൻ. പിള്ളേർ ഒരെണ്ണമൊക്കെ മാക്സിമം ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ. മുട്ട വേവട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്ന് കറിയും കൂടെ സെറ്റാക്കാം. ഇപ്പോൾ സമയം എന്തായെന്നറിയാമോ? സമയം 12 മണി. ഓക്കെ, നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ. അതിൻ്റെ ഇടയ്ക്ക് വൈകിട്ട് തന്നെ തീയൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചതാണ്. ചെയ്യുന്നതിനിടയ്ക്ക് അതുകൂടെ നടക്കുകയാണെങ്കിൽ അതങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിനകത്ത് തന്നെ ഞാനൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇതാ അങ്ങനെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വഴറ്റിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് 2 വിസിൽ അടിച്ചെടുപ്പിക്കാം. ഓക്കെ, അപ്പോൾ വിസിലൊക്കെ അടിച്ചിട്ട് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മസാല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരി വെന്തോന്ന് ഇടയ്ക്ക് നോക്കിയേക്കണം കേട്ടോ, ഒരുപാട് വെന്ത് പോവാതെ. പിന്നെ നമ്മൾ ദമ്മൊന്നും ഇടുന്നില്ല, ചോറ് മസാല വേറെ ആയിട്ട് ഇടാമെന്ന് എൻ്റെ ഒരു ഇപ്പോഴത്തെ ധാരണ. പിന്നെ മാറുമോന്നൊന്നും പറയാൻ പറ്റത്തില്ല. മസാല വെന്ത് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് മാറുമെന്ന് അറിയാൻ പറ്റത്തില്ല. നോക്കാം കേട്ടോ. ചോറ് നോക്കി വെന്തിട്ടുണ്ടാവും, ഇത്ര സമയമില്ലേ. ഓക്കെ, ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയേക്കാം കേട്ടോ. ഇനി ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവുമല്ലോ, ബസ്മതി അല്ലേ, അത് നമുക്ക് ഊറ്റാം. ഓക്കെ, ഞാനെങ്കിൽ ചോറ് ഊറ്റട്ടെ. അങ്ങനെ നമ്മൾ ചോറ് ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കറിക്ക് വിസിലാകുമ്പോൾ കറിയും കൂടെ ശരിയാക്കിയെടുത്താൽ നമ്മുടെ ചോറും കടയും ഇവിടെ റെഡിയായി. അവിടെ അച്ഛനും മക്കളും എന്തെടുക്കുമെന്ന് കാണിച്ചു തരാം. കാശിയും കുഞ്ഞിയും കൂടെ തന്നെ ഇവിടെ രാവിലെ തൂത്തതാണ് കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ പഴുതി നോക്ക്. എന്തായി കാണിക്കുന്നേ? വായിക്കാത്ത വെക്കാതെ പ്ലാസ്റ്റിക്. അത് അച്ഛനെവിടെ? ഉറങ്ങുവാണോ? ഉറക്കാം. അതൊക്കെ ശരിയാക്കിയിട്ട് ഫുഡ് കൊടുക്കട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കറി നോക്കി. കുറച്ച് തൈരാണ് കേട്ടോ. തൈര് വേണ്ടോ? കുറച്ച് തൈര് നമുക്കിതിനകത്തോടെ ആഡ് ചെയ്യണം. ഇത് മാത്രമാണ് നമ്മൾ അല്ലാതെ മുട്ടക്കറി ഒന്നും വെക്കുമ്പോൾ ചെയ്യാത്തത്. ബിരിയാണി ആയതുകൊണ്ടാണ് കുറച്ച് തൈര് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് മതി. പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും തൽക്കാലം ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. തൈര് ഇടുന്നതുകൊണ്ട് ഇനി കൂടുതലായിട്ട് വേവിക്കണ്ട. നമ്മുടെ മുട്ടയും കൂടെ നമുക്കൊന്ന് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എന്താ 4 സൈഡ് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. കുറച്ച് ചാറിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കിയില്ല. ഉപ്പുണ്ടോ നോക്കിയിട്ട് തൈര് ഒഴിച്ചുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറേ സാധ്യതയുണ്ട്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടാണ്. ഞാൻ രണ്ടാമത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചധികമായി പോവും. അതുകൊണ്ട് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളപ്പിക്കാൻ കേട്ടോ. മോര് ചേർത്തേക്കുന്നുണ്ട്, തൈര് ചേർത്തേക്കുന്നുണ്ട്, തിളപ്പിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഞാൻ കഴിക്കാൻ നോക്കട്ടെ. ഓക്കെ, ആക്കിയിട്ട് വന്നപ്പോഴാണ് ഈ ഒരു ദൃശ്യം ഞാൻ കാണുന്നത്. എന്താ ഈ ദൃശ്യം? ഇതെന്താ കവർ? എന്തുവാ? പാൻറ്റോ? പിന്നെ കൊള്ളാം, നല്ല കാര്യം. തലേണ എടുത്ത് പായൊക്കെ വിരിച്ച്. ഓ, ആരാ? എൻ്റെ അനിയനെവിടെ? അനിയനുണ്ടായിരുന്നല്ലോ. നീ കിടക്കുന്നില്ല ചേച്ചിയുടെ കൂട്ട്? നമുക്ക് അച്ഛനെ ചോറ് കഴിക്കാൻ വിളിക്കാം. നോക്കിട്ട് കഴിക്കാല്ലേ? ഇച്ചിരി ചോറള്ളാമോ? ചേട്ടാ എന്താ പറഞ്ഞേ? എന്ത് കഴിക്കായിരുന്നു കേട്ടോ. ഇതാ ഞാൻ സലാഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചില്ലല്ലോ. സലാഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട കറിയും ചോറും. അച്ഛനും മക്കളൊക്കെ കഴിച്ചിട്ട് എണീറ്റ് പോയി ഗൈസ്. ഞാനോട്ട് കഴിക്കട്ടെ. അച്ചാറിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അച്ചാറില്ല. പക്ഷേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. ഓക്കേ.